ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ഒരു റൊട്ടീൻ കണ്ടാലോ? വൈകുന്നേരത്തൊന്നും പറയാൻ പറ്റില്ല, അതാ 6 മണി ആവാറായി. പക്ഷെ 6 മണി ആവുന്ന സമയത്താണ് ഞങ്ങൾക്ക് പറമ്പിലേക്ക് ഇറങ്ങാനുള്ള മാങ്ങ പറിക്കാനും പാഷൻ ഫ്രൂട്ട് പറിക്കാനൊക്കെ ഒരു തുവര വരിക. സ്വാഭാവികം അല്ലേ? അപ്പോൾ നമുക്ക് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറിക്കാനായിട്ട് തുനിയാറുള്ളൂ. പാഷൻ ഫ്രൂട്ട് കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കുന്ന ആളിവിടെ ഏട്ടനാണ് കേട്ടോ, ഞാനല്ല. ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. കല്യാണത്തിന് മുൻപ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹസ്ബൻഡ് ഒക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം, വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ പ്രാവർത്തികമാവുന്നില്ല, പ്രത്യേകിച്ച് നൈതികൂട്ടം ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ് സത്യം. എങ്കിൽ കൂടിയും ഞാൻ ആഗ്രഹിച്ചത് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേണ്ട ജ്യൂസസ്, ഷേക്സ് ഒക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തരുമ്പോൾ ഐ എം സോ ഹാപ്പി. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എനിക്കിപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പാഷൻ ഫ്രൂട്ടൊക്കെ പൊട്ടിച്ചു. കോവയ്ക്ക് കുറച്ച് നിൽക്കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പൊട്ടിച്ചില്ല. കുറച്ച് നമ്മളിങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിളികൾക്കും കൂടി വെക്കാറുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ വാഴപ്പഴമൊക്കെ പഴുത്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സ്കൂളാണ്, നമ്മുടെ വ്യാസ സ്കൂളാണ്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ പറയും, ദാ അവിടെ പഴുത്ത് കണ്ട് പൊട്ടിച്ചോളൂ കേട്ടോ എന്ന്. പക്ഷെ നമ്മൾ സാധാരണ അങ്ങനെ എല്ലാം പൊട്ടിച്ചെടുക്കാറില്ല. കുറച്ചൊക്കെ നമ്മൾ കിളികൾക്കും കൂടി വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതങ്ങനെ ചിലപ്പോൾ നിർത്താറുണ്ട് കേട്ടോ, ചെറിയ പഴങ്ങളൊക്കെ ആണെങ്കിൽ. പിന്നെ പഴം സാധാരണ എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ചേട്ടനും നൈതിയൊക്കെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ചിലവായി പോകുന്നു. പാഷൻ ഫ്രൂട്ടൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മാങ്ങ പൊട്ടിക്കാമെന്ന് ആലോചിച്ചത്. പക്ഷെ മാങ്ങ ആ മാവിൻ്റെ ഏറ്റവും തുഞ്ചത്താണ് നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ അവിടേക്ക് നിൽക്കുന്നൊരു മാവാണ് കേട്ടോ. ഇതിന് ഇപ്പുറത്തേക്ക് ചില്ലകളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തിലേ കളിച്ചത് ഈ മാമ്മയാണ്. ഞാൻ അരിക്കൊടിനോട് പറയായിരുന്നു, ഈ മാവ് കുഞ്ഞായിപ്പോൾ അതിൻ്റെ മുകളിൽ കയറലും അതിനെ ആനയൊക്കെ കളിക്കലൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് എത്ര ഹൈറ്റിൽ ഈ മാങ്ങ നിൽക്കണേ. അപ്പോൾ നമുക്കിവിടെ ഒരു മതിലുണ്ട്, അതിൻ്റെ മുകളിൽ കയറി വേണമെങ്കിൽ പൊട്ടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പൊട്ടിച്ചത്. പക്ഷെ ഇത്രയും നേരം വൈകിയോണ്ട് ഇനിയിപ്പോൾ തോട്ടിയൊക്കെ കെട്ടി പൂട്ടി ഉണ്ടാക്കി പൊട്ടിച്ച് വരുമ്പോൾ വൈകും. അപ്പോൾ ഏകദേശം നമുക്ക് ആ തോട്ടി വെച്ച് എത്തുന്ന സ്ഥലത്ത് 2-3-4 മാങ്ങകൾ പൊട്ടിച്ചിട്ടുണ്ട്. ചേട്ടൻ ദേ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. കൊതുകടി കൊണ്ട് എനിക്ക് വയ്യാണ്ടായി. അവസാനം ഞാൻ പറഞ്ഞു, ചേട്ടാ പൊട്ടിച്ച് കഴിയുമ്പോൾ കയറി പോരേട്ടോ, ഞാൻ നൈതികൂട്ടനും പോട്ടേട്ടാന്ന്. കാരണം നൈതികൂട്ടം ഒന്നാമത് മണ്ണിൽ കളിക്കുകയും കൂടിയാ. മണ്ണിൽ കളിക്കണ കുഴപ്പമില്ല, കൊതുകടി ഉണ്ട്. അപ്പോൾ ഈ കൊതുകടി കൊള്ളുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കയറി പോന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കയറി പോയിട്ടുണ്ട്. ശ്വാസം മുട്ടിത്തുടങ്ങി ഞാൻ വോയിസ് ഓവർ കൊടുത്തു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.